ഊഫ്. നിങ്ങൾ എത്തിയാ? AC ഒന്ന് ഓണാക്കിയ. AC ഓണാക്കലല്ല, പോയിട്ടേ കുളിച്ച് റെഡി ആയിട്ട് വായോ. ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ? ആ, സാധാരണ ഞാൻ വന്നതിന്റെ ശേഷം എന്നോട് ചോദിച്ചിട്ടൊക്കെയാണല്ലോ ഉണ്ടാക്കല്. നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ എന്ത്? എന്റെ ഇഷ്ടത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചോന്ന്. അതുകൊണ്ടേ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൊന്നുമ്മ പോയിട്ട് കുളിച്ചിട്ടോ. ഓക്കേ. ഓ സുനീറ, പിന്നെ കറണ്ട് ബില്ല് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നല്ലേ? അതെ. അയ്യോ, ഞാൻ അടയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അടച്ചു. ആ, ഞാനത് ഇന്നലെ തന്നെ അടച്ചു. അത് കൊള്ളാലോ. ഇക്കല്ലേ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണം. അന്നേരം അടച്ചു. അവനെ ചെയ്തോ, എനിക്കത് അടയ്ക്കാതെ കഴിഞ്ഞല്ലോ. ഹോ, വന്ന് കിടന്നപ്പോഴത്തേനും ഉറങ്ങിയാ? വല്ലാത്ത ക്ഷീണം. അല്ല, ഇതെന്താ പുതിയ മാലേ? അത് ഞാനെന്നേ വൈകുന്നേരം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ പോയിണ്ടായിരുന്നു. അപ്പൊ എടുത്തതാ. പൈസ എവിടുന്നേ? നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് എടുത്ത്. ഞാനറിയാതെ ഈ മാലയൊക്കെ എടുത്തു തുടങ്ങിയില്ലേ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണമെന്ന്. ഓ, അത് എപ്പോഴും ഇങ്ങനെ പറയണ്ട, ചെയ്തോ. ചായ. അതെ, ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? സൺഡേ ആയിട്ട് എന്താ, നമുക്ക് കർമ്മ റോഡിന്റെ അവിടേക്ക് വേണമെങ്കിൽ പോവാ. കർമ്മനാട്ടിലാ? എന്തേ? എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ? കടപ്പുറത്ത് പോണെന്ന്. കടപ്പുറത്ത് പോവാ? എവിടെ കൊണ്ട്? മന്നലാകുന്ന ബീച്ചിൽ പോവാ. കൂട്ടായി പോവാ. അത് കൊറേ ദൂരം ഇരിക്കണ്ടേ? ആ, വേണ്ട. ആയിക്കോട്ടെ. എന്തപ്പോ പെട്ടെന്നൊരു കടപ്പുറം പൂതി? ഒന്നുമില്ല, കുറച്ച് മൈലാഞ്ചി പൊട്ടിച്ചേരോ അരച്ചു തല. ദേ ഉമ്മ വിളിക്കണ്ട്. എടുത്തോക്ക്. ഹലോ ഉമ്മ. വലൈക്കും അസ്സലാം. ആ അമ്മ പറ. അത് ഞാൻ ഇന്നലെ തന്നെ അയച്ചിട്ടുണ്ടല്ലോ ഉമ്മ. ആ, അത് ഞാൻ ഇന്നലെ ഇവിടുന്ന് മേടിച്ച് അയച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഞായറല്ലേ, നാളെ രാവിലെ ഉച്ചയ്ക്കാകുമ്പത്തിനും കിട്ടും കേട്ടോ. ആ, എല്ലാ മരുന്നും വാങ്ങിയിട്ടുണ്ട്. ആ, ശരി ഉമ്മ. ഓക്കെ ഓക്കെ. ഇല്ല ഇല്ല, എങ്ങോട്ടും പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. ആ ആ, ഞാൻ പറയാം. ശരി. ആർക്കും മരുന്ന് വാങ്ങിയ കാര്യം പറയണത്? നമ്മളമ്മക്ക്. എടോ, ഞാനത് മറന്നു ഇന്നലെ നിന്നോട് പറയാൻ. നിങ്ങള് മറന്നു, എനിക്കറിയാം. അതുകൊണ്ടേ ഞാൻ ഇന്നലെ തന്നെ മക്കളുടെ മരുന്നെല്ലാം വാങ്ങിച്ചിട്ട് അയച്ചു. ഓ, സമാധാനായി. ഞാനത് മറന്നിരിക്കുന്നേ. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലേ എല്ലാ കാര്യങ്ങളും മറക്കാണ്ട് എല്ലാ കാര്യങ്ങളും തനിയെ തനിയെ ഒക്കെ ചെയ്ത് പഠിക്കണമെന്ന്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതുകൊണ്ടൊരു മനസമാധാനുണ്ട്. പോണ്ടേ നമുക്ക്? കടപ്പുറത്തേക്കല്ലേ? എന്നാ റെഡി ആവുക. അപ്പോഴത്തേക്ക് ഞാന് മൈലാഞ്ചിപ്പ പൊട്ടിക്കണ കുറച്ച് കഴിഞ്ഞ് പൊട്ടിക്കാം വന്നിട്ട്. ചായ കുടിച്ചോളൂ. ഇന്നിപ്പോ ഞാൻ അരച്ചിടാനൊന്നും പോണില്ലല്ലോ. നിങ്ങൾ പൊട്ടിച്ചെന്നാളെ അരച്ചിട്ടില്ലൊക്കെ ഞാൻ ഇട്ടോളാം. നിങ്ങൾ ചായ കുടിച്ചിട്ടേ പൊട്ടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഞാൻ ഡ്രസ്സ് മാറ്റിട്ടെ. കുളിക്കണട്ടാ, മണക്കണുണ്ട്. സുനിയെ, എടോ, ഞാൻ ഒരു കാര്യം മറന്നു. അയ്യോ, എന്താ? നാളെയല്ലേ ഉമ്മാന്റെ പിറന്നാള്. അതെ. ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ മറന്നു. ഇന്ന് വൈകിട്ട് നമ്മള് പോയിട്ടില്ല വെച്ചെങ്കിൽ പിന്നെ രാവിലെ അവിടെ എത്തുവോ? എന്റെ പൊന്നിക്ക, നിങ്ങള് മറക്കുന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ട്രെയിൻ ടിക്കറ്റ് കൊടുത്തു. ദേ പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. സമാധാനം. രാവിലെ അവിടെ എത്തിയിട്ടില്ല വെച്ചെങ്കിൽ ഉമ്മ തുടങ്ങും. അതെ, എനിക്ക് എന്തായാലും അകത്തേക്ക് കേറിയിരിക്കേ. ഞാനേ അവിടെ പോയി ഉമ്മാന്റെ പിറന്നാളൊക്കെ ആഘോഷിച്ച് സെറ്റ് ആയിട്ട് വരാം. ഈ തന്നെ പോണ്? ആ, ഇക്ക പറഞ്ഞിട്ടില്ലേ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കണമെന്ന്. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണക്ക് ഉമ്മാന്റെ കാര്യങ്ങളും ഒറ്റയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ബർത്ത്ഡേ നടത്താനും എന്നെ കൊണ്ടുവരും. അപ്പൊ ഞാൻ പോയിട്ട് വരാട്ടാ. ഇക്ക ഇവിടെ ഇരിക്കേ. പോയില്ലേ? ഇല്ല.
എന്തേ മുഖം ഇങ്ങനെ പിടിച്ചിക്കണ്? ഒന്നുമില്ല ഏ ഒന്നുമില്ല. ഈ തന്നെ പോവല്ലേ, പൊയ്ക്കോ. അതെ, ഞാൻ രണ്ടാൾക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സത്യം? സത്യം. വാ, പോവോ? വേഗം പോയി കുളിച്ചിറങ്ങി മാറ്റിട്ട് പോയോ. റെഡി. അതെ, ഒരു കാര്യം പറയണ്ടേ. പറഞ്ഞോ. ഞങ്ങള് പെണ്ണുങ്ങളെ നിങ്ങളോട് അത് ചെയ്യട്ടെക്ക, ഇത് ചെയ്തു തരോ, അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കണതേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങളുടെയും കൂടി ഇഷ്ടവും സന്തോഷവും ഒക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ട്ടാ. അപ്പൊ നീ ചോദിക്കോ, എന്നോട് ചൂടാവോ? എല്ലാ കാര്യങ്ങളും വിളിച്ച് ചോദിക്കട്ടെ? എന്നാ എന്റെ കുട്ടി വേഗം പോയി ഡ്രസ് മാറ്റിട്ട് വാ. എന്ന് കരുതിയിട്ട് ഏത് നേരം സ്വയം കടത്താനൊന്നും പറ്റില്ല. അതൊന്നുമില്ല, വാ. ഞാൻ കുളിക്കട്ടെ. എന്നാ പോയി കുളിച്ചിട്ട് വാ. ഇടക്ക് ഇതേപോലത്തെ ഓരോ പണി കൊടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ല. വേഗമായിട്ടാ.